പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല രാത്രിയിലും നല്ല പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം ദൈവമക്കൾക്ക് ഒരുമിച്ച് ദിവസത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധദാസൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്തൃഭൃത്യന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, മാതാപിതാക്കൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമുക്ക് വളരെ നന്മകൾ ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ നടത്തി. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വേണം ദൈവത്തിൻ്റെ നീതിയുടെ കരം നമ്മെ താങ്ങി. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അല്പസമയം നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ കർത്താവ് നമ്മെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ആ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ഈ സങ്കീർത്തനം നമുക്ക് ഇന്ന് പകലും സന്തോഷം തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രാഥമിക വാക്യത്തിലേക്ക് നമുക്ക് വായിക്കാം. ഒന്നാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്ത ഒരു അനുഗ്രഹം ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? നമ്മളെല്ലാം വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെടാൻ. ഒന്ന് സന്തോഷത്തോട് പറഞ്ഞാട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്ത നമ്മെ എന്ത് ചെയ്യട്ടെ? എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൃപ ചെയ്ത നമ്മെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ എല്ലാവരുടെ പ്രാർത്ഥന അതാണ്. ദൈവം എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഇന്ന് പകൽ പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടപ്പോൾ, കർത്താവേ സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ കടന്നു വന്ന ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ രാത്രിയിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതായിരുന്നു, നാളെ പകലത്തെ ഞങ്ങളുടെ ആരാധന ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലും ഒക്കെ ഭവനത്തിൽ പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വചനത്തിലൂടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് സന്തോഷത്തോടെ പറയാം, കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം അങ്ങനെ പറയുന്നത്, ദൈവം നമ്മോട് കൃപ ചെയ്ത നമ്മെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ്, ഇന്ന് പകൽ ഈ പ്രസംഗം കഴിയുന്നതിന് മുമ്പ്, ഇന്ന് പകൽ ഈ വാക്യം തീരുന്നതിന് മുമ്പ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് കൃപ ചെയ്യുന്ന പകലാണിന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന പകലാണിന്ന്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹത്തിന്റെ തടസ്സമായി ശത്രു ഇട്ടിരിക്കുന്ന ബന്ധനങ്ങളെ ഇന്ന് പകലും കർത്താവ് ഉട്ടയ്ക്കുന്ന പകലാക്കി ഈ പകൽ സ്വർഗം തീർക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് കൃപ ചെയ്ത് എന്ത് ചെയ്യട്ടെ? നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം ചെയ്യട്ടെ. ഓ ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോട് കൃപ ചെയ്യട്ടെ, എൻ്റെ കുടുംബത്തോട് കൃപ ചെയ്യട്ടെ, എൻ്റെ സഭയോട് കൃപ ചെയ്യട്ടെ. ഇന്ന് പകൽ ഈ ഹാളിനുള്ളിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന പകലാക്കി സ്വർഗം തീർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങൾ 109:17 വായിച്ചാട്ട്. സങ്കീർത്തനങ്ങൾ 109:17. ശാപം അവൻ എന്തായിരുന്നു? പ്രിയമായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണമേ. ശാപം അവൻ എന്തായിരുന്നു? പ്രിയമായിരുന്നു. അടുത്തത്, അത് അവന് ഭവിച്ചു. അടുത്തത്, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു. അതവനെ. അനുഗ്രഹം നമുക്ക് എങ്ങനെ ആയിരിക്കരുത്? അപ്രിയമാകരുത്. നമുക്ക് എന്തായിരിക്കണം? അത് പ്രിയമായിരിക്കണം. നിന്റെ വായിൽ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കണം. നിന്റെ സഹോദരനെ കാണുമ്പോൾ അനുഗ്രഹിക്കണം. നിന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കണം. ഓ നിന്റെ കൂട്ടു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നീ നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിന്നെ ഒരാൾ ദൈവാത്മാവിൽ അനുഗ്രഹിച്ചാൽ അത് നീ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങളുടെ ഒരു മാനേജറിനെ എൻ്റെ ഒരു രീതി അതായിരുന്നു, ഞാൻ പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ എന്നേക്കാൾ വളരെ സീനിയർ ആയിരുന്നുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് നിൻ്റെ അനുഗ്രഹമൊന്നും വേണ്ട, നീ എങ്ങനെയും അനുഗ്രഹിക്കപ്പെട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന പോലെ അവിടുന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് കർത്താവ് എന്നെ അനുഗ്രഹിച്ച് അയാളുടെ മുകളിലാക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം എന്താകരുത്?
അപ്രിയമാകരുത്. ഇന്ന് പകലും അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരണം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം എന്ന് വരുമ്പോൾ നമുക്ക് ചാടി പിടിക്കണം. അനുഗ്രഹം എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ? ആദ്യം ഓടിച്ചൊന്ന് പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107:9 വായിച്ചാട്ടെ. 107:9. ദൈവത്തിന് സ്തോത്രം. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു. അടുത്തത് വിശപ്പുള്ളവന്. ഇന്ന് പകൽ എത്ര പേർക്ക് ആർത്തിയുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ ആർത്തിയുണ്ട്? ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽ വിശപ്പുണ്ട്? ദൈവത്തിന് സ്തോത്രം. വിശപ്പില്ലാത്തവർക്ക്, എല്ലാം നിറഞ്ഞിരിക്കുന്നവർക്ക്, എല്ലാം സമൃദ്ധിയായിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും വില അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ കർത്താവ് ഞങ്ങളെല്ലാം തന്നിട്ടുണ്ടെന്നൊരു ധാരണയുള്ളൂ. അല്ലെങ്കിൽ ചില ആളുകൾ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നുക, കർത്താവ് വേണേ വന്ന് എന്നെ എന്ത് ചെയ്യട്ടെ, അനുഗ്രഹിച്ച് എൻ്റെ ഒരു ആശീർവാദം കൂടെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യട്ടെ, പോകട്ടെ എന്ന രീതിയിലാണ് പല ആളുകളും ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവസേന നമ്മളങ്ങനെ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, ഞാൻ മറ്റു പല ഇടങ്ങളിലെ സ്ഥലങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവരും നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ? അവൻ ആർത്തിയുള്ളവരായിരിക്കണം. ആർത്തിയുള്ളവനെ ദൈവം എന്ത് ചെയ്യും? ഇന്ന് പകൽക്കാലം തൃപ്തി വരുത്തുന്ന ദൈവം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ എത്ര പേർ ആർത്തിയോടെ ദൈവസന്നിധിയിലായിരിക്കോ? ഇന്ന് പകൽ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമെന്ന് എത്ര പേർ ദൈവസന്നിധി വിശപ്പോടെ ആയിരിക്കുന്നു? ഇന്ന് പകൽ വിശക്കുന്ന വയറിനെ വെറുതെ വിടുന്ന ദൈവമല്ല. ഇന്ന് പകൽ നിനക്ക് ആവശ്യമുള്ള നന്മകളാൽ അവൻ നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൃപ ചെയ്ത് എന്ത് ചെയ്യട്ടെ? നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിന് 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 6:24 മുതൽ 23 മുതൽ വായിച്ചു. 23 മുതൽ വായിച്ചു. നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് എന്ത് ചെയ്യട്ടെ? കാക്കുമാറാകട്ടെ. അടുത്തത്, ഇത് ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത. ഇങ്ങനെ പുരോഹിതന്മാർ അവരെ അനുഗ്രഹിക്കുമ്പോൾ അവരെല്ലാവരും ആമേൻ പറഞ്ഞത് റിസീവ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ചില സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പറയുകയും ആമീൻ പറയുകയും ചെയ്യും. നമുക്ക് വലിയ സന്തോഷമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങിൽ അവരത് ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശപ്പോടെ ആർത്തിയോടെ ദൈവസേനയിലായിരിക്കും ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 24-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അടുത്തത്, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. അടുത്തത്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അടുത്ത വാക്യം, ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം. അടുത്തത്, ഞാൻ അവരെ പറഞ്ഞാട്ടെ, ഞാൻ അവരെ വെറുതെ പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ വചനവുമായി നിങ്ങളുടെ മേൽ വചനം വെച്ച് കഴിയുമ്പോൾ, ഇതിവിടെ ശക്തിയോടെ പറഞ്ഞു കഴിയുമ്പോൾ, കടന്നു വന്ന ജനത്തിന്മേൽ യഹോവയുടെ നാമം വെച്ച് കഴിയുമ്പോൾ ആ നാമത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാണ്, ഞാൻ അവരെ എന്ത് ചെയ്യോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ വെറുതെ വന്നിട്ട് നീ പോകുകയല്ല. ഇന്ന് പകൽ ഞങ്ങൾ ഈ പുൾപിറ്റിൽ നിന്ന് ദൈവാത്മ നിവേശിതരായി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെറുതെ കേട്ടിട്ട് പോകുകയല്ല. നീ കൈതൊടുന്നതിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. നിന്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. നിന്റെ തലമുറയിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ദൈവത്തിന്റെ സ്തോത്രം.
ഇസ്രായേൽ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചത് എങ്ങനെയാ? ദൈവം പറഞ്ഞു, നീ അവരുടെ മേൽ എൻ്റെ നാമം വയ്ക്കണോ, നീ അവരുടെ മേൽ എൻ്റെ നാമം വയ്ക്കണോ. പുരോഹിതന്മാർ നിങ്ങളുടെ മേൽ ദൈവം നാമം വെക്കുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നോക്കി എന്തൊക്കെ അനുഗ്രഹങ്ങൾ. ഒന്നാമതായിട്ട് കർത്താവ് അനുഗ്രഹിച്ചൊരു അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം 1:28 വായിച്ചാട്ട്. ദൈവം അവരെ എന്ത് ചെയ്തു? നമുക്ക് ആദ്യം കാണാൻ കഴിയും, ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. കഴിഞ്ഞിട്ട് ദൈവം അവരെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, ദൈവം അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ദൈവ അനുഗ്രഹങ്ങൾ. ഒന്ന് എന്താണ്? സന്താനപുഷ്ടി ഉള്ളവരായി ഭൂമിയിൽ എന്ത് ചെയ്യണം? പെരുകണം. ദൈവത്തിന് സ്തോത്രം. സന്താനപുഷ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. 2, നിങ്ങൾ ഭൂമിയിൽ നിറയണം. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ പറയുന്ന ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, സകലത്തിന്മേലും നിങ്ങൾ എന്ത് ചെയ്യണം? വാഴണം. ദൈവത്തിന് സ്തോത്രം. ദൈവിക അനുഗ്രഹം ആദ്യത്തെ മനുഷ്യരായ ആദാമിനോട് ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ ആദ്യത്തെ അനുഗ്രഹം അവിടെ കൊടുക്കുക. ആദ്യത്തെ അനുഗ്രഹം ദൈവം അവരോട് പറയുകയാണ്, ഒന്ന് നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കണം. പറഞ്ഞാട്ടെ, സന്താന പുഷ്ടിയുള്ളവരാകണം. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. 1, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാകണം. 2, എന്താണ്? പറഞ്ഞാട്ടെ, നിങ്ങൾ ഭൂമിയിൽ നിറയണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വചനം ധ്യാനിക്കും ആദ്യകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെ കാണാനില്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നും. അവിടെ ബസ് സ്റ്റാൻഡുകൾ, ഞാൻ കണ്ണൂർ കാര്യമൊക്കെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ അവിടെയൊക്കെ ചെന്ന ബസ് സ്റ്റാൻഡുകളും ചുറ്റുപാടുകളും അവിടെ ഇവിടെയൊക്കെ ബോർഡുകൾ ഇരിക്കുന്നത് കാണാം. അനേകർ കൂടി വരുന്നത് കാണാം. അനേക ഇടങ്ങളിൽ ചർച്ചുകളും കൂട്ടായ്മകളും കാണാം. നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയട്ടെ, ഭൂമി നിറയാൻ രണ്ടാമത് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒടുവിലായി ദൈവം പറയുന്നു, നിങ്ങൾ സകലത്തിന്മേലും എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, വാഴുന്നവരാകണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്തിനേലുമൊക്കെ കീഴടങ്ങിയിരിക്കണമെന്നല്ല, നിങ്ങളുടെ മേൽ മറ്റുള്ളവർ വാഴണമെന്നുള്ളതല്ല, നിങ്ങളെ മറ്റു പലതിനും കീഴടങ്ങിയിരിക്കണമെന്നല്ല. ദൈവം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, അതിനെ അടക്കി പറഞ്ഞാട്ടെ, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും എന്ത് ചെയ്യണം? വാഴണം. എന്ന് പറഞ്ഞാൽ നിന്റെ കീഴിൽ അല്ലാതെ നിന്റെ മുകളിൽ മറ്റൊന്നും ദൈവം കൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആദാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം, ദൈവം കഴിഞ്ഞാൽ ഭൂമിയുടെ മേൽ അധികാരമുള്ളവനാക്കി ദൈവം ആദാമിനെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു വന്ന ഒന്നാമനായ ആദാമിന് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം കൽപ്പിച്ച അനുഗ്രഹങ്ങൾക്കെതിരെ ശത്രു നിന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ അതിന്മേൽ ആത്മാവിൽ ജാഗരിച്ച് ജയം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മോട് കരുണ ചെയ്യുന്ന ദൈവമാണ്. ഒന്നാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിച്ചത്, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്ന സംസാരം കാണാനേക്ക്, അബ്രഹാമേ, നീ എന്ത് ചെയ്യണം? നീ കടന്നു പോകണം. അറിയാത്ത ഇടത്തേക്ക്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. നീ പോയാൽ ദൈവം അവനോട് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ ഞാൻ വലുതാക്കും. ദൈവം പേര് വലുതാക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ പ്രശസ്തനാക്കും. ദൈവം നിന്നെ മാനിക്കും. നീ അതിനു വേണ്ടി ഫ്ലെക്സ് അടിക്കേണ്ട കാര്യമില്ല. നിന്റേതായ യാതൊരു മാർക്കറ്റിങ്ങിന്റെ ആവശ്യമില്ല. ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴേ താണിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ പേർ വലുതാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പറയുമ്പോൾ മറ്റ് ഹൃദയത്തിലേക്ക് ഓടി വന്ന മറ്റൊരു ഭാഗമാണ്, അനുഗ്രഹത്തിന് വേണ്ടി ആർത്തിയോടെ നടന്നൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ആരാണത്? യാക്കോബാണ്. ദൈവത്തിന് സ്തോത്രം. ജന്മം കൊണ്ട് തനിക്ക് ലഭിക്കാൻ വിധിയില്ലെങ്കിലും കർമ്മം കൊണ്ട് ഒരിക്കലും ലഭിക്കാത്ത അനുഗ്രഹം ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത, തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ഏറ്റെടുത്തൊരു മനുഷ്യനായിരുന്നു യാക്കോബ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം കൊണ്ട് ഓടിപ്പോയി ലാബാന്റെ ഭവനത്തിൽ ചെന്ന് നന്മകളുമായി തിരിച്ചു വന്ന യാബോക്ക്
കടവ് കിടക്കുമ്പോൾ അവിടെ നിന്ന് അവൻ എന്തു ചെയ്തു? അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൂതനുമായി മൽപ്പിടുത്തം നടത്താൻ തുടങ്ങി. അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ആ മാനസികാവസ്ഥയുണ്ട്? ദൈവത്തിന് സ്തോത്രം. എത്ര പേർ ദൈവത്തോട് പറയാൻ തയ്യാറാകുക? പ്രാർത്ഥനാ മുറി മല്ല പിടിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ഇവിടെ ഒന്ന് കടന്നു പോകുന്നതിന് മുമ്പ്, ദൈവമേ എനിക്ക് വേണ്ടി നിന്റെ നാമം ചലിക്കണമെന്ന് ഉറപ്പോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32:26 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഓ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ഹല്ലേലൂയ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യില്ല, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. എത്ര പേർക്കൊന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഏതായാലും നീയായിട്ട് മല്ല് പിടിക്കാൻ തുടങ്ങി, അതെൻ്റെ വിധിയാന്ന് വിചാരിച്ചോളാം, എന്നാ പോകുന്ന വഴിക്ക് ഒരു ഇടിയും കൂടെ തരാം, പൊക്കോളാൻ പറഞ്ഞ് വിടുകയല്ല. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഇനിയുള്ള യാത്രയിൽ എനിക്ക് ഒരു അനുഗ്രഹം കൂടെ വേണം. അപ്പൻ്റെ അനുഗ്രഹം മാത്രം പോരാ, ബഥേലിലെ ദൈവത്തിൻ്റെ വെളിപ്പാട് മാത്രം പോരാ, എനിക്ക് നിശ്ചയമായ ഒരു അനുഗ്രഹം വേണം. പ്രൈസ് ദി ലോർഡ്. ഓ വിധിയെന്ന് വിചാരിച്ചിരിക്കരുത്. ദിവസങ്ങളിൽ ദൈവസന്നിധി മല്ല് പിടിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവിടെ നോക്കുക, യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല. അനുഗ്രഹം പിടിച്ചെടുക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മർമ്മം മനസ്സിലാകുന്നുണ്ട്? ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹം പിടിച്ചെടുക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ബലാൽക്കാരേണ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേരും പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും? ദൈവത്തിന് സ്തോത്രം. ഓ കണ്ണുകളച്ചും സ്തോത്രം ചെയ്താട്ടെ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ഓ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഉടരവലക ശംധനാജന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇന്ന് പകൽ എന്റെ മേൽ കരുണ കാണിക്കാതെ പോകരുത്. ഉടര ശംഭനാഥന. ഓ ഇന്ന് പകൽ എന്നോട് കൃപ ചെയ്യണമേ, ഇന്ന് പകൽ എന്നോട് കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേരെ ആത്മാവ് തൊടുന്നുണ്ട്? ദൈവത്തിന് ശോധന. ഇന്ന് പകൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ കർത്താവേ, വചനത്തിലൂടെ ഇന്ന് പകലൊന്ന് ഇടപെടണമേ. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ഓ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഓ റബശകലഗടക ശൈഥരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാബോക്ക് കടവിന്റെ അപ്പുറത്തുള്ള പ്രതിസന്ധി എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ശോധന. ഓ യേശാവ് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ ബലം ഏറ്റെടുക്കുന്നത് ഈ മക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ ബലം ഏറ്റെടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ അവിടെ സംഭവിക്കുന്നു. അവൻ അനുഗ്രഹിക്കുമ്പോൾ ആ യാക്കോബിന്റെ പേരെന്ത് ചെയ്യുക? മാറുക. ദൈവത്തിന് സ്തോത്രം. അവന്റെ ഹിസ്റ്ററി ദൈവോടെ മാറ്റാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് മുന്നോട്ട് ഓടിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ അനുഗ്രഹം ബലമായി പിടിച്ചെടുക്കുന്നത് ഈ മക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം ഈ ഹാളിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴിവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ ഹൃദയങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ അന്തരാത്മാവോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പരമാർത്ഥ ഹൃദയങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നത്തേക്ക് വെക്കരുത്, പിന്നത്തേക്ക് വെക്കരുത്. ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിച്ചാട്ടെ. ദൈവ സാന്നിധ്യമുള്ളപ്പോൾ നീ മല്ല പിടിക്കണ. ദൈവം ഇറങ്ങി നിൽക്കുമ്പോൾ നീ മല്ല പിടിക്കണ. ഇന്ന് പകൽ നിന്റെ ശബ്ദം ഉയർത്തണം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ മേൽ തിരുമുഖം ഉയർത്തുന്ന പകലാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
തിരുമുഖം ഇന്നു പകൽ നമ്മുടെ മേൽ ഉയർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവം നമ്മോട് കൃപ ചെയ്ത നമ്മെ അനുഗ്രഹിക്കുന്ന പകലാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ നിമിഷം നീ വിട്ടുകളയരുത്. ഇന്ന് നിമിഷം നീ മറ്റൊന്നും ചിന്തിച്ചിരിക്കരുത്. ഇന്ന് പകൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി ഇന്ന് പകൽ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുന്ന പകലാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, യബ്ബേസ് ദൈവശനി പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം യബ്ബേസ് എന്ത് ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ. ദൈവശനി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ. എൻ്റെ അതിരെന്ത് ചെയ്യണം? ദൈവം അനുഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും പറഞ്ഞാട്ടെ? അതിരുകൾ വിശാലമാകും. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. ദൈവത്തിൻ്റെ കൈ കൂടെ ഇരുന്ന് എന്ത് ചെയ്തില്ല? അനർത്ഥം വ്യസന കാരണമായി തീരുകയില്ല. അടുത്തത്, എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എന്ത് ചെയ്തു? നോക്കിക്കേ, യബ്ബേസ് ദൈവസന്നി വളരെ സ്പെസിഫിക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എത്ര പേരുടെ കണ്ണുകളെ തുറക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യബ്ബേസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹം എന്താണെന്ന്. ദൈവത്തിന് സ്തോത്രം. യബ്ബേസിനെ പറ്റി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. യബ്ബേസ് ജന്മനാ തന്നെ ക്രിപ്പിൾഡായി ജനിച്ചൊരു മനുഷ്യനായിരുന്നു. അവൻ ജനിച്ചു വീണത് അവൻ്റെ രൂപം കണ്ടിട്ട് അവൻ്റെ അമ്മ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടത്തോട് പറഞ്ഞു, ഇവൻ വ്യസനപുത്രനാണ്, ഇവൻ്റെ കൈയും കാലും ഒക്കെ ക്രിപ്പിൾഡായിരിക്കുകയാണ്, ഇവനെ എനിക്കൊരു കാരണമാണല്ലോ എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനും പ്രതീക്ഷ തോന്നാതിരുന്നപ്പോൾ, ആര് തള്ളിക്കളഞ്ഞാലും ചേർത്ത് പിടിക്കേണ്ട അമ്മ പോലും വേദനയോടെ യബ്ബേസ് എന്ന് പേരിട്ടപ്പോൾ, ആ പേരിന്റെ മുമ്പിൽ പകച്ചു പോകാതെ മനുഷ്യരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ അടുത്തു വന്ന, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ അടുത്തു വന്ന, ഹല്ലേലൂയ, അവൻ തന്റെ ജീവിതത്തെ കണ്ട് അവൻ ദൈവസന്നിധിയിൽ വെച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ പ്രാർത്ഥനയ്ക്കൊരു വ്യക്തതയുണ്ട്. അവന് വേണ്ടുന്ന അനുഗ്രഹം എന്താണെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. അവനോട് വിശദമായി ദൈവസന്നിധി പറയുകയാണ്. ഒന്നവൻ പറയുന്നത് എന്താണ്? നീ എന്നെ എന്ത് ചെയ്യണം? നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിരെന്ത് ചെയ്യണം? വിസ്താരമാക്കണം. അടുത്തത്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. അനർത്ഥം എനിക്ക് എന്ത് ചെയ്യരുത്? വ്യസന കാരണമായി തീരരുത്. അടുത്തത്, നീ എന്നെ കാക്കുകയും ചെയ്യണം. ദൈവം എന്ത് ചെയ്തു? അവൻ അപേക്ഷിച്ചതിന് ദൈവം എന്ത് ചെയ്തു? അവന് കൊടുത്തു. ഇത് എത്ര പേരോട് ഇന്ന് പകൽ ദൈവം ചലഞ്ച് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവൻ എന്ത് ചെയ്തു? അവൻ അപേക്ഷിച്ചതിനെ ദൈവം എന്ത് ചെയ്തു? അവിടെ ദൈവവചനത്തിൽ പറയുന്നില്ല യബ്ബേസേ നീ ചോദിച്ചത് കൂടുതലായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. യബ്ബേസേ അങ്ങനെ നീ ചോദിക്കുന്നതൊക്കെ തരാൻ പറ്റത്തില്ല. യബ്ബേസേ ഈ ലോകത്തിൽ ഞാനൊന്നും തരത്തില്ലെന്നൊന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് യബ്ബേസ് ചോദിച്ചതിനെ അവൻ അപേക്ഷിച്ചതിനെ ദൈവം എന്ത് ചെയ്തു? അവനും നൽകി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥന ഫലിക്കത്തില്ലെന്ന് രണ്ട് മനസ്സോടെ പ്രാർത്ഥിക്കരുത്. ഇന്ന് പകൽ ഹൃദയം നുറുങ്ങിയവർക്ക് മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഹൃദയം നുറങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ മാന്യനാണെന്ന് മാത്രമേ യബ്ബേസുള്ളൂ. അവരെ പോലെ യോഗമുള്ളവനോ കഴിവുള്ളവനോ പ്രാപ്തിയുള്ളവനോ ശ്രേഷ്ഠതയുള്ളവനോ ഭാവിയുള്ളവനോ ആണെന്ന് ആരും കരുതിയില്ല. എന്നാൽ ദൈവം അവൻ്റെ തലവര മാറ്റി. ദൈവത്തിന് സ്തോത്രം. സമയമില്ലല്ലോ. യബ്ബേസ് ആ നാടിൻ്റെ പേര് പോലും ദൈവം മാറ്റി. യബ്ബേസ് പാർത്ത ഇടത്തിന് യബ്ബേസ് എന്ന് പേരായി തീർന്നു. അവൻ ശാസ്ത്രികൾ അവിടെ ഉണ്ടായി, ശാസ്ത്രികളുടെ കുലങ്ങൾ അവിടെ ഉണ്ടായി, ശാസ്ത്രജ്ഞന്മാർ അവിടെ എഴുന്നേറ്റു. അവൻ്റെ പേര് ദൈവം വർദ്ധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് കൃപ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആരൊക്കെയാണ് അനുഗ്രഹിക്കുന്നത്? ഒന്നാമത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നത് യഹോവയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ ഓടി വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകങ്ങൾ
മറ്റൊരാൾ ആവർത്തനം 7:13-14 വായിച്ച. ഇവിടെ എടുത്തു വെച്ചല്ലോ, 23-ാം അധ്യായം 25. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. 25 മുതൽ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും എന്ത് ചെയ്യും? ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ എന്ത് ചെയ്യണം? സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും എന്ത് ചെയ്യും? അടുത്ത വാക്യം. എന്നാൽ ഞാൻ രോഗങ്ങൾ എന്ത് ചെയ്യും? നിന്റെ നടുവിൽ നിന്ന് എന്ത് ചെയ്യും? കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. രോഗങ്ങൾ നമുക്കുള്ളതല്ല. ഇന്ന് പകൽ കർത്താവിന് കരുണ കാണിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ രോഗത്തെയും എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നാളുകളായി കഷ്ടപ്പെടുന്ന രോഗങ്ങളുടെ മേൽ ഇന്ന് പകൽ കർത്താവ് എനിക്ക് വിടുതൽ തരുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അത് പ്രഷർ ആകട്ടെ, ഷുഗർ ആകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, ഏത് വൈദ്യശാസ്ത്രത്തിനും നിർവചിക്കാൻ കഴിയാത്തതാകട്ടെ, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതും അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത വാക്യം. ഗർഭം അലശുന്നവളും മച്ചിയും എന്ത് ചെയ്തില്ല? നിന്റെ ദേശത്തുണ്ടാകിയില്ല. അടുത്തത്, നിന്റെ ആയുഷ്കാലം ഞാൻ എന്ത് ചെയ്യോ? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രോഗാവസ്ഥയുള്ളവർ ഇന്ന് പകൽക്കാലം വചനത്തിൽ ഉറച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനെതിരായി വാദിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളുടെ മേൽ ഈ വചനത്തിന്മേൽ ജയം കൽപ്പിക്കുകയോ. ശാബാര ഹദാര ഗരഗസ്യംധര അർബൽ ഘടക ശന്ധനാജന. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഹല്ലേലൂയ. ആയുഷിന്റെ നടുവിൽ നിന്നെ എടുത്തു കളയുമെന്ന് ഏതൊക്കെ ശത്രുവിധി എഴുതിയാലോ ഇന്ന് പകൽക്കാലം വചനത്തിൽ ഉറച്ച് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാ. എന്റെ ആയുഷ്കാലത്തെ പൂർത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്. അതൊരു രോഗത്തിന്റെ കരത്തിലല്ലുള്ളത്, അതൊരു ദുഷ്ടന്റെ കരത്തിലല്ലുള്ളത്, അതൊരു വിധിയുടെ കരത്തിലല്ലുള്ളത്. എന്റെ ആയുഷ്കാലത്തെ പൂർത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഷാരാബ ഹദരജര ദീപബ രവൽകമന. ഹല്ലേലൂയ. 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 ഷാരാബല ഹദാര ജരാധന റീബബ രഗദലഗഡഗസ്യ. ദൈവം നിന്നെ ഇന്ന് പകൽ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഇന്നുള്ളിൽ കയറട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നീ തിരിച്ചറിയട്ടെ, ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകുന്ന പകലാകും. പ്രൈസ് ദി ലോർഡ്. അവന് നിന്റെ മേൽ ഒരവകാശവുമില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. സമയമില്ലല്ലോ. എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ചോ. നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെ ഒക്കെയോ അമ്പരപ്പിക്കുകയോ നിന്റെ സകല ശത്രുക്കളെയോ നിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ, നീ ഓടിക്കേണ്ട കാര്യമില്ല. ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയോ. ആവർത്തന പുസ്തകം 7:13-14 വായിച്ചാട്ടെ. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ നിന്നെ സ്നേഹിച്ച്. ആമേൻ. ആവർത്തന പുസ്തകം 7:13-14. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അടുത്തത്, അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും എന്ത് ചെയ്യോ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇന്ന് ആത്മാവിൽ അവകാശമാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വായിക്കും.
നീ സകല ജാതികളെക്കാൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അടുത്തത്, നിങ്ങളിലാകട്ടെ ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഇന്ന് പകൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ സകല ജാതികളെക്കാളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ഫറവോൻ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12:32 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ ഇത്രയും കാലം ദണ്ഡിപ്പിച്ച ഫറവോൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ അവരെ പറഞ്ഞയക്കുമ്പോൾ ഫറവോൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളുടെയും കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുപോയിക്കൊള്ളുവീൻ, എന്നെയും എന്ത് ചെയ്യുവീൻ? നോക്കിക്കേ, നമ്മളെ കൊണ്ട് അവരെ അനുഗ്രഹിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച ഭാഗം സമയമില്ലാത്തതിന് ഞാൻ തൊടാതെ പോയതാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിച്ചപ്പോൾ താഴെ അതിന് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നു, അബ്രഹാമിനോട് കർത്താവ് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ എന്ത് ചെയ്യും? ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ ഡോക്ടർ PG വർഗീസിന്റെ പുസ്തകം വായിച്ചപ്പോൾ അനുഗ്രഹത്തിന്റെ ഒരു കീ എന്ന വാക്യത്തിൽ ഈ വാക്യം അദ്ദേഹം സ്പെസിഫൈ ചെയ്യുവാനിടയായി. ദൈവം അനുഗ്രഹിച്ചവരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ടൊരു പ്രശ്നം നമ്മുടെ നടുവിൽ തന്നെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ദൈവം നമ്മുടെ പ്രതീക്ഷയ്ക്കകത്ത് അപ്പുറത്ത് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം പിണങ്ങുന്ന ആളുകൾ നമ്മളായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം ആദ്യം നഷ്ടപ്പെടും. കണ്ടോ, എന്നെക്കാൾ നല്ല കാറ് പുള്ളിക്ക് കിട്ടി, എന്നെക്കാൾ വലിയ വീട്ടിലെ പുള്ളിയായി, അല്ലെ എന്നെക്കാൾ വലിയ ജോലി പുള്ളിക്ക് കിട്ടി, അല്ലെ ഞാൻ പ്രതീക്ഷിക്കാത്ത നന്മ അദ്ദേഹത്തിന് കിട്ടി. ആദ്യത്തെ സന്തോഷം നഷ്ടപ്പെടുന്നത് നമുക്കായിരിക്കും. എന്നാൽ അദ്ദേഹത്തെ ഉയർത്തിയതിന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മയും അനുഗ്രഹിക്കുന്ന ദൈവം അദ്ദേഹത്തെ ഉയർത്തിയ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയോ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ മക്കളെ ഞാൻ കര ഉയർത്തി അനുഗ്രഹിക്കുമായിരുന്നു. ഒരിക്കൽ ഡോക്ടർ PG വർഗീസിൻ്റെ അനുഭവം, സമയമില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോട്ടെ. അദ്ദേഹം പറയാനിടയായി, പണ്ടത്തെ കാലത്ത് അദ്ദേഹം ഇങ്ങനെ കാൽനടയായി സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അന്ന് ഡോക്ടർ DGS ദിനകരൻ അദ്ദേഹം ഇങ്ങനെ പ്ലിമത്ത് കാറിൽ ഇങ്ങനെ പോകുമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ റിയൽ കഷ്ടം അനുഭവിച്ച് എന്ത് ചെയ്യുന്നു? കർത്താവിനെ സേവിക്കുന്നു. എനിക്കൊരു സൈക്കിൾ പോലും ഇല്ല. ഈ ഉപദേശിക്ക് എന്തുകൊണ്ട്? അന്നത്തെ കാലത്ത് പ്ലിമത്ത് കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത കണ്ടോ, എന്തെങ്കിലും ഉടായ്പ പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കാശൊക്കെ മുടക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് പരിപാടി ആയിരിക്കും. സത്യസുവിശേഷം അനുഭവിക്കുന്നവർക്ക് എന്തോന്നുമില്ല, നന്മയൊന്നും ഇല്ലെന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഹൃദയത്തിൽ പറയായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവവചനം ഇടപെട്ടു. ദൈവം പറഞ്ഞു, ഒരു പ്രാവശ്യം അദ്ദേഹം കടന്നുപോയപ്പോൾ ഈ വചനം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കൊണ്ട് ഞാനും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ഞാൻ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ദൈവം അനുഗ്രഹിച്ചു സകലരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, അടുത്ത പ്രാവശ്യം അദ്ദേഹം വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ, പാസ്റ്റർ ജോസ് ഓസ്റ്റിൻ്റെ ചർച്ചിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുമായിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇത്ര നാളെ കർത്താവിൻ്റെ വേല കഷ്ടപ്പെട്ട് അനുഭവിക്കൊണ്ട് ഇതുവരെ നിനക്കൊരു നന്മയില്ലെന്ന് എനിക്കറിയാം, നിനക്കും നിൻ്റെ കുടുംബത്തിനൊരു ഉയർച്ചയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ പേഴ്സണൽ സേവിങ്ങിൽ നിന്നല്ല, എൻ്റെ ഒരു നന്മയായിട്ട് നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാനൊരു നന്മ തരികയാണെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ചെക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ കാലത്ത് $1 മില്യൺ അദ്ദേഹത്തിന് ഒറ്റ ചെക്കായിട്ട് എഴുതി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയാണ്, ദൈവം അനുഗ്രഹിക്കുന്നവരെ നീയും അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. സാമ്പത്തിക നന്മയുടെ വലിപ്പമല്ല ഞാൻ പറഞ്ഞത്, സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിനെ ഒരായുഷ്കാലത്ത് ദൈവം അനുഗ്രഹിച്ചതൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഒരൊറ്റ മീറ്റിങ്ങിൽ വെച്ച് ദൈവം അവൻ്റെ ആയുഷ്കാലം മുഴുവൻ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ഹല്ലേലൂയ ദൈവം ഒറ്റ മീറ്റിംഗ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ സഹോദരന്മാരെ കൂട്ടി അവൻ വിരുന്ന് നടത്തി മീറ്റിംഗ് തുടങ്ങിയപ്പോൾ അവൻ അറിഞ്ഞില്ല, ആ മീറ്റിംഗ് തീരുമ്പോൾ എൻ്റെ സ്ഥിതി മുമ്പത്തേതിൻ്റെ ഇരട്ടിയായി തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്? വേഗത്തിൽ പറഞ്ഞു നിർത്താം. ഒന്ന്, സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം.
ധാരാളം റെഫറൻസുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്കറിയാം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ്റെ ഫൈനാൻഷ്യസ് 26-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നു, അവൻ്റെ ഫൈനാൻഷ്യസിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ദൈവം അവൻ്റെ ഭാര്യയെ ഓർത്തു. അവൾ മച്ചിയായിരുന്നു. ദൈവം ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. നമുക്കറിയാം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 2, പുരോഹിതന്മാർ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം എവിടെ നിന്ന് വരും പറഞ്ഞാട്ടെ? പുരോഹിതന്മാരാൽ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവർ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാനൊരു സഭയിൽ മുമ്പ് ശുശ്രൂഷിച്ചിരുന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടൊരു വലിയ സന്തോഷം. ഓരോ ആരാധന കഴിയുമ്പോഴും അവിടുത്തെ പേരൻസ് അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളും കൊണ്ട് ഓടി വരും. ദൈവത്തിന് സ്തോത്രം. 5, 6, 8, 10 കുഞ്ഞുങ്ങളും കൊണ്ട് ഓടി വരും. ദൈവത്തിന് സ്തോത്രം. ആദ്യം അവിടുത്തെ ആദ്യം ഇരുന്ന പാസ്റ്റർ അങ്ങനെയായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി ഇൻഡിവിജ്വലി കരം ഉയർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ വിടും. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴും എന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എന്നാൽ പിൽക്കാലത്ത് ആ കുഞ്ഞുങ്ങളൊക്കെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഓരോ മീറ്റിംഗ് കഴിയും പേരൻസ് അവരെ തൂക്കിയെടുത്തുകൊണ്ട് വരും. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്ററെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കരം വെച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പേരൻസിനറിയാം, ഇവരിൽ കൂടെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ തലമുറയിൽ വീഴുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പുരോഹിതന്മാരാൽ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മൽക്കീശേദെക്ക് വന്ന് അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അബ്രഹാം തനിക്കുള്ള സകലത്തിലും ദശാംശം ആർക്ക് കൊടുത്തു? തന്നെ അനുഗ്രഹിച്ചവന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം 6, 7 വായിക്കുമ്പോൾ നമുക്കത് വിശദമായി കാണാൻ കഴിയുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏലി പുരോഹിതൻ്റെ അടുത്ത് വന്ന് ഹന്നയെ കാണുമ്പോൾ അറിയാം. ഹന്നയെ ആദ്യം ഏലി പുരോഹിതൻ വിവേചിച്ചു തെറ്റിപ്പോയെങ്കിലും ഒടുവിൽ എന്ത് ചെയ്തു? ഏലി പുരോഹിതൻ അവളെയും അവളുടെ ഭർത്താവിനെയും അവൾക്ക് സകലതിനെയും അനുഗ്രഹിച്ചു. പിറ്റേ വർഷം ദൈവം എന്ത് ചെയ്തു? അവൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കൊടുത്തു. തുടർന്ന് അവളുടെ അടഞ്ഞ ഗർഭപാത്രത്തെ തുടർന്നു. അവളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്മാരെന്ത് ചെയ്യും? തലമുറകളെ അനുഗ്രഹിക്കും, നമ്മെ അനുഗ്രഹിക്കും. അടുത്തത് മാതാപിതാക്കളാൽ അനുഗ്രഹിക്കപ്പെടാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്ഹാക്കിന് എന്ത് ചെയ്തു? വാർദ്ധക്യമായപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഒന്നാമന് കിട്ടേണ്ട അനുഗ്രഹം രണ്ടാമന് കിട്ടിയെങ്കിലും അവരെ ദൈവം എന്ത് ചെയ്തു? മാതാപിതാക്കളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ കാലശേഷം ആകാറായപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? തൻ്റെ സകല മക്കളെയും വിളിച്ച് അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ ദണ്ഡിപ്പിക്കരുത്. അവർ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ റിബലായി ജീവിക്കരുത്. അവരുടെ ഹൃദയത്തെ വ്യസനിപ്പിക്കരുത്. അവർ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ ഒത്തിരി ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ അനുഗ്രഹിക്കത്തക്ക നിലവാരത്തിലൊരു ജീവിതം നിങ്ങൾ പുലർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ഇടിവ് നിൽക്കുന്നവരാണ്. അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളാൽ അനുഗ്രഹം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. സമയം കഴിയുന്നു. 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. 115-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വേഗം വായിച്ചാട്ടോ. 115:12. ദൈവത്തിന് സ്തോത്രം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് കര ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. യഹോവ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ എൻ്റെ പ്രാർത്ഥനയെ ഓർത്തിരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ എൻ്റെ കണ്ണുനീരിനെ ഓർത്തിരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ എന്നെ നിന്നേതെ ഓർത്തിരിക്കുന്നു. ഇന്ന് പകൽ ദൈവം എന്നെ ഓർത്തെന്ന് അന്തരാത്മാവിൽ കർത്താവ് ഇടപെട്ട ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ കണ്ണുനീരിനെ ഓർത്തിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നിന്നേതെ ഓർത്തിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ നെടുവീർപ്പുകളെ കർത്താവ് ഓർത്തിരിക്കുന്നു. ഇന്ന് പകൽ ദൈവം നമ്മെ ഓർക്കുന്ന പകലാണ്. ഇസ്രായേൽ മക്കൾ 400 സംവത്സരം നിലവിളിച്ചത് ദൈവം ഒടുവിൽ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്ന് പകൽ ഒരു വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് പകൽ ഒരു നന്മയുടെ ദിവസമാണ്. ഇന്ന് പകൽ ഒരു ഉത്സവത്തിന്റെ ദിവസമാണ്. ഇന്ന് പകൽ ദൈവം ഇറങ്ങി നിൽക്കുന്ന പകലാണ്. അവൻ നിന്നെ ഓർക്കുന്ന പകലാണ്. ഹല്ലേലൂയ. ശരബല ധരാജന റിഗലവ ശംധരാധന. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു.
അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഗണിക്കാനൊന്നുമില്ലാത്ത നമ്മെ, കുറവുള്ള നമ്മെ, പരാജയപ്പെട്ട നമ്മെ, തോറ്റുപോയ നമ്മെ, അവിശ്വസ്തരായ നമ്മെ അവൻ ഇന്ന് പകൽ ഓർത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുക. അടുത്ത വാക്യം വായിക്കുന്നു. അവൻ എന്ത് ചെയ്യോ? അവൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. അവൻ എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. അവൻ എന്നെ അനുഗ്രഹിക്കാം. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. അവൻ എൻ്റെ തലമുറയെ അനുഗ്രഹിക്കാം. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. അവൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാം. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അവൻ എന്നെ ഓർത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തെ എന്ത് ചെയ്യും? അവൻ നമ്മുടെ സഭയെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ സഭയെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം, അവൻ അഹരോൻ നമ്മുടെ ദൈവദാസന്മാരെ അവൻ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പുരോഹിത വൃന്ദത്തെ അവൻ അനുഗ്രഹിക്കും. അടുത്ത വാക്യം, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയോ വലിയവരെയോ അനുഗ്രഹിക്കും. ഇന്നിവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ ദൂതൊന്നും എനിക്കുള്ളതല്ല. ഞാൻ വളരെ ചുരുങ്ങിയ ആളാണ്. എനിക്കിതൊന്നും പ്രാപിക്കാനുള്ള യോഗ്യതയില്ല. ഇവിടെ ഉന്നതന്മാരുണ്ടല്ലോ, അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ, ഞാൻ കുറഞ്ഞവരാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവാത്മാവ് പറഞ്ഞ് അങ്ങനൊന്നും വിടില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ യഹോവ ഭക്തന്മാരായ, ഒരുമിച്ച് പറഞ്ഞാട്ടെ, അവൻ ചെറിയവരെയോ വലിയവരെയോ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാരായ ചെറിയവരെയോ വലിയവരെയോ അവൻ അനുഗ്രഹിക്കും. എത്ര പേർക്ക് വചനം സന്തോഷം തരുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ച് ഞാൻ ചിന്തയെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. 26-ാമത്തെ വാക്യം. 26 അതേ അധ്യായത്തിന്റെ അടുത്ത വാക്യം. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് 118-26 ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ന് പകൽ യഹോവയുടെ ആലയത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. നല്ല കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഇന്ന് പകൽ വിശാലമായി അതിനെപ്പറ്റി ചിന്തിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം തൊട്ടു പോകാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്റെ ശരീരത്തിൽ, നിന്റെ ചുറ്റുപാടുകളിൽ, നിന്റെ സമൂഹത്തിൽ ആരൊക്കെ എതിർത്താൽ, ഏതൊക്കെ പോരുകളുണ്ടല്ലോ, ഇന്ന് പകൽ അതിന്മേൽ നിനക്കൊരു ജയം തരുന്ന പകലായി സ്വർഗം തീർക്കട്ടെ. ഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അവൻ നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹോവ നമ്മോട് കൃപ ചെയ്ത ഹല്ലേലൂയ തന്റെ മുഖം നമ്മുടെ മേൽ ഉയർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ അനുഗ്രഹങ്ങൾ തങ്ങളുടെ മേൽ പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്ന പകലുകളാകട്ടെ. നിന്റെ ജീവിതത്തിൽ വിശാലത കൽപ്പിക്കുകയാണ്, നന്മകളെ കൽപ്പിക്കുകയാണ്. ശൂന്യതകൾ മാറിപ്പോകട്ടെ. ലോകം ഭയപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം പറയുന്നു, സകല ജാതികളും കണ്ട് ഭയപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതൊന്ന് ഡിസ്പ്ലേ ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ എന്ത് ചെയ്യോ? എല്ലാവരും വായിച്ച് പറഞ്ഞാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അടുത്തത്, ഭൂമിയുടെ അറുതികളൊക്കെയോ നമ്മെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് ഭൂമിയുടെ അറുതികൾ അവനെ ഭയപ്പെടൂ. അവനെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. ശാബാലാബ. അത് ശക്തിയുള്ള ദൈവമാണ്. അത് ബലമുള്ള ദൈവമാണ്. തകർക്കുന്ന ദൈവമാണ്. ശാരാധനാരകസി. ഒരു കഴിവുമില്ലാത്ത അവനെ ഈ ദൈവം ഇത്രയധികം അനുഗ്രഹിച്ചെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി എന്താണ്? ആ ദൈവത്തിന്റെ പവർ എന്താണ്? ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്.
യോ ഹല്ലേലൂയ. ആ പത്രോസിന് ദൈവം ഒരു വല നിറച്ചു കൊടുത്തപ്പോൾ കണ്ടു നിന്നവരെല്ലാം ഭയപ്പെട്ടു പോയി. കണ്ടു നിന്ന സകലർക്കും സംഭ്രമം പിടിച്ചു. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ തുടങ്ങുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓ, അനുഗ്രഹം ഈ ജനത്തിന്റെ തലമേൽ വയ്ക്കുകയാണ്. അവരുടെ നാമം ഈ ജനത്തെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ക്ഷമയെ നന്ദി പറഞ്ഞുകൊണ്ട് ആ വാക്കുകളെ വിരമിക്കുന്നു.